എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന കാറ്റഗറിയിലെ സെയിൽസിനെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, റൂട്ട് ടു മാർക്കറ്റ് സ്ട്രാറ്റജി RTM എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. കാരണം ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമബിൾ ഗുഡ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്ന കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിപണനം ചെയ്യുന്ന പല കമ്പനികളും റൂട്ട് സെയിൽസാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അത് ഡിസ്ട്രിബ്യൂട്ടർ മാർഗത്തിലായിരിക്കും, ഡയറക്റ്റ് സപ്ലൈ ആയിരിക്കും, എന്തായാലും റൂട്ട് സെറ്റ് ചെയ്താണ് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉൽപ്പന്നം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ല ഒരു റൂട്ട് പ്ലാൻ ഉണ്ടായാലാണ് അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വിസിബിലിറ്റിക്ക് എന്ത് വേണ്ടി വരും? മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അവൈലബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കവറേജ് അനാലിസിസ് എന്ന് പറയും. ഇപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിൽ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഷോപ്പുകളിലുണ്ട്, എത്രത്തോളം ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു കാര്യമാണ് ഈ RTM അഥവാ റൂട്ട് ടു മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് എങ്ങനെയാണ്, ഏത് റൂട്ട് വഴി എങ്ങനെ പ്ലാൻ ചെയ്ത് റൈറ്റ് കസ്റ്റമറിൽ റൈറ്റ് ടൈമിൽ എത്തും, റൈറ്റ് മെത്തേഡിലൂടെ എത്തും എന്നുള്ളത് ചിന്തിക്കുന്നിടത്താണ് ഈ RTM എന്ന സ്ട്രാറ്റജി റെലവൻ്റ് ആവുന്നത്. ചുരുക്കി പറഞ്ഞാൽ RTM വഴി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീച്ച് മാക്സിമൈസ് ചെയ്യുക, മാക്സിമൈസ് റീച്ച്. കസ്റ്റമേഴ്സിന് അവൈലബിലിറ്റി ഏത് ഷോപ്പിൽ ചെന്നാലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അർബൻ മാർക്കറ്റിലും റൂറൽ മാർക്കറ്റിലും ഒക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നതിലാണ് RTM ഏറ്റവും ക്രിട്ടിക്കലാവുന്നത്. അതുപോലെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യത്തിൽ, കാരണം വാഹനം കുറേ ഓടുക എന്നുള്ളിടത്തല്ല കാര്യം, ഏറ്റവും ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻ്റ് ആവുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ്, പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ റൂട്ട് ഒപ്റ്റിമൈസേഷൻ സഹായിക്കും. പിന്നെ സ്പീഡ് അപ്പ് ഡെലിവറി, വേഗതയിൽ ഫാസ്റ്റായിട്ട് സപ്ലൈ ചെയ്യാനായിട്ടും അത് ഹാപ്പി കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. മാർക്കറ്റ് പെനിട്രേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും, കാരണം അൺടാപ്ഡ് ആയിട്ടുള്ള ഏരിയകൾ നോക്കി അവിടേക്കും പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ FMCG ഇൻഡസ്ട്രിയിൽ സാധാരണ RTM മോഡൽ സെറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഏറ്റവും ഹൈ വോളിയം പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഹൈ വോളിയം ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകൾ ലൈക്ക് ബിവറേജസ്, സ്നാക്സ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനൊക്കെ പലപ്പോഴും ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ്. ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആൻഡ് ഡൈവേഴ്സ് പ്രൊഡക്റ്റുകൾ പോർട്ട്ഫോളിയോകൾക്ക് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിലെ മറ്റ് സെഗ്മെൻറ്റ് പ്രൊഡക്റ്റുകൾക്കും അതായിരിക്കും കൂടുതൽ നന്നാവുക. ഹോൾസെയിൽ നെറ്റ്വർക്ക്, അതായത് കുറച്ചും കൂടെ ട്രഡീഷണൽ ട്രേഡ് മാർക്കറ്റുകളിൽ ബൾക്കായിട്ടുള്ള വലിയ ടണ്ണേജിലൊക്കെ കൊണ്ടുവയ്ക്കാൻ ഹോൾസെയിൽ നെറ്റ്വർക്ക് ആയിരിക്കും സഹായിക്കുക. ഇന്ന് കൊമേഴ്സ് ആൻഡ് D2C ഡയറക്റ്റ് ടു കസ്റ്റമർ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഡിജിറ്റലി ആളുകൾ ഫാസ്റ്റായിട്ട് വാങ്ങുന്ന പ്രൊഡക്ട്സുകൾക്ക് ആ ചെയിനും നല്ലതാണ്. അപ്പോൾ എവിടെയായാലും ആദ്യം കമ്പനി ചിന്തിക്കേണ്ടത് RTM, റൂട്ട് ടു മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് ഞാൻ ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റൂട്ട് സെറ്റ് ചെയ്ത് എങ്ങനെ പ്ലാൻ ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും, ഇതിനെയാണ് ഈ RTM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിത് വിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജികളും കൂടി ഉണ്ട്. ഒന്ന്, റെഗുലർലി ഡാറ്റകൾ അനലൈസ് ചെയ്യണം. എവിടെയൊക്കെയാണ്, ഏതൊക്കെ റൂട്ടിൽ, ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ റൂട്ടിലാണ് വീക്കായിട്ടുള്ളതെന്ന് കണ്ടെത്തണം. നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സിനെ ഇതിനനുസരിച്ച് അലൈൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണം. ടെക്നോളജി പരമാവധി ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ടർ റൂട്ട് പ്ലാനിങ് സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ RTM എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോജിസ്റ്റിക് പ്ലാനിങ് മാത്രമല്ല കേട്ടോ, നല്ല ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള സെയിൽസ് പ്രൊഫഷണലെ വെച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഭംഗിയായി മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്ലാനാണ്. പിന്നെ അങ്ങോട്ട് FMCG ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ RTM, റൂട്ട് ടു മാർക്കറ്റിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. മാർക്കറ്റിലേക്ക് ഏത് റൂട്ട് വഴി, ഏത് മാർഗം വഴി, ഏത് ചാനൽ വഴി വ്യക്തമായി എത്തിക്കുക എന്നുള്ളത്, ഇത് തീർച്ചയായിട്ടും വിജയത്തിന് സഹായിക്കും. താങ്ക് യു.